കേരളത്തിൽ 102 മണ്ഡലത്തിൽ UDF ജയിച്ചു കയറിയപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പൊരിഞ്ഞ തല്ലാണ്. തല്ല് എന്ന് മാത്രമല്ല, കൃത്യമായി ഓരോ നേതാക്കൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, ഓരോ നേതാക്കളുടെ പേരിൽ വിഭാഗീയത പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 102 മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വരുമ്പോഴും അതിനേക്കാൾ വലിയ കോൺഗ്രസിൻ്റെ ആ ഒരു വിജയത്തെ, ആ ഒരു ശോഭയെ മങ്ങുന്ന ഒരു കാഴ്ച BJP 3 സീറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി വിജയിച്ചു എന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കയോ നിലപാടുകൾ അറിയിക്കാനില്ല. VD സതീശനെ പോലെയുള്ള ആളുകൾ പറയുന്നത് BJP അല്ല, അവരൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ല, അവരും പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിജയത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിൽ വലിയ എതിർപ്പുള്ളവരാണ് SDPIക്കാരും മറ്റുള്ള, പിന്നെ അതേപോലെ തന്നെ SNDPക്കാരും, വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ സുകുമാരൻ നായരൊക്കെ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ്റെ യോഗ്യത ഇവിടെയുള്ള മതസംഘടനക്കാരും അതോടൊപ്പം തന്നെ ഈ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന BJPയും SDPയും ഒക്കെ ഇവരെ VD സതീശനെ എതിർക്കുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതേ അവസരത്തിൽ VD സതീശൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സവർക്കറിൻ്റെ ഫോട്ടോക്ക് പോയി പൂജ നടത്തിയ വ്യക്തിയാണ്. എന്താണ് VD സവർക്കറും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ VD സവർക്കറും VD സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് VD സതീശനാണ് വ്യക്തമാക്കേണ്ടത്. ഇത് ചെയ്തത് തെറ്റായിപ്പോയി, തൻ്റെ രാഷ്ട്രീയപരമായ വലിയൊരു അപജയമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അതൊരു തെറ്റായിപ്പോയി എന്ന് ഈ കാലം വരെ VD സതീശൻ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നില്ല. സവർക്കർ എന്ന് പറയുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉളവാക്കിയ വ്യക്തിയല്ല. പകരം RSS ഉണ്ടാക്കിയ ഒരു വിദ്വേഷ പ്രസ്ഥാനമായ RSS ഉണ്ടാക്കി അതിനുവേണ്ടി പണിയെടുത്തു എന്നതിനപ്പുറത്ത് VD സവർക്കർക്ക് ഒരു ബന്ധവും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ലെന്നിരിക്കെ എന്തിനാണ് VD സതീശൻ സവർക്കറിന് പോയിട്ട് പൂജ നടത്തിയത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അത്തരത്തിലാണ്. BJPയുടെ വിജയം, അവർ പ്രതിപക്ഷ പാർട്ടി, അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ജനാധിപത്യ സംവിധാനത്തിലൂടെ അവർ ജയിച്ചു കയറിയവരല്ല, അവരും ഇരിക്കട്ടെ പ്രതിപക്ഷത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ പഞ്ചായത്ത് ഭരണം, അതായത് SDPIക്ക് 3 സീറ്റും അതോടൊപ്പം തന്നെ BJPക്ക് 5 സീറ്റും കോൺഗ്രസിന് 5 സീറ്റും ലഭിച്ചപ്പോൾ അവിടെ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി, ഫാസിസ്റ്റ് ശക്തി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് SDPയുടെ പിന്തുണയോടുകൂടി അവിടെ കോൺഗ്രസിന് അധികാരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചപ്പോൾ VD സതീശൻ ഇടപെട്ടുകൊണ്ട് SDPയുടെ പിന്തുണ ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ് രാജിവെപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ആ സമയത്ത് അവർ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജയിച്ചു കയറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവരും അത്തരത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, അവരും അധികാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഈ പറയുന്ന VD സതീശനില്ലായിരുന്നു. SDPയോടുണ്ടായിരുന്ന എതിർപ്പ് പോലും ഇപ്പോൾ BJPയോട് അദ്ദേഹം കാണിക്കുന്നില്ല. എന്തായാലും BJP രാജ്യത്ത് നടത്തിയ, സംഘപരിവാര രാജ്യത്ത് നടത്തിയ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൻ്റെ 1000-1 പോലും SDPയുടെ കാര്യത്തിൽ വരില്ല, 10,000-1 പോലും വരില്ല എന്നതിലുള്ള കൃത്യമായ സാക്ഷ്യമിരിക്കെ SDPയോട് പകപോക്കുകയും അതോടൊപ്പം തന്നെ BJPയോട് മൃദുല ഹിന്ദുത്വ സമീപനവുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തിനധികം ഇപ്പം VD സതീശൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം യോഗ്യനല്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ എതിർക്കുമ്പോൾ, അദ്ദേഹത്തിന് പരിചയ സമ്പത്തില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോഴും, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇവിടെ അധികാരത്തിൽ കയറി എന്ന് പറയാനും അവിടെയും ഹീറോ ആയി VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നാൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന രാഷ്ട്രീയ മര്യാദ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ പോലും ചൂണ്ടിക്കാണിക്കാനുള്ള
മനോനില നമ്മുടെ വി ഡി സതീശനില്ല. അവിടെയും RSSനെ ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്. രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പൈലറ്റ്, ഇന്ദിരാഗാന്ധി മരണപ്പെട്ട സമയത്ത് രാജീവ് ഗാന്ധി എന്ന പൈലറ്റാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായത്. അദ്ദേഹവും ഏതെങ്കിലും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത്. അദ്ദേഹം ഒരു പൈലറ്റായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ അവിടെയും RSSന് വേണ്ടി RSSൻ്റെ ഹീറോ മോഡി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിലൂടെ അറിയപ്പെട്ട മോഡിയെയാണ് അവിടെയും ഹീറോ ആയിട്ട് വി ഡി സതീശൻ കാണിക്കുന്നത്. ഇത്തരത്തിൽ വളരെ കൃത്യമായി സംഘപരിവാര വിധേയത്വമാണ് വി ഡി സതീശൻ കാണിച്ചത്. കേരളത്തിൽ BJP ജയിച്ചു കയറിയപ്പോൾ അതിൽ ആശങ്കയില്ല. ഭരണവിരുദ്ധ വികാരം കേരളത്തിലുള്ള ഉടനീളം അലയടിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും നമ്മുടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ഇവിടെ നേമത്ത് കൃത്യമായി SDP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശിവൻകുട്ടിക്ക് പിന്തുണ നൽകിയതുപോലെ മുസ്ലിം സംഘടനകൾ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു പഠനം നടത്തിക്കൊണ്ട് ഇവിടെ കോൺഗ്രസ് അല്ല ജയിച്ചു കയറുക, ഇവിടെ BJPയോ അല്ലെങ്കിൽ ശിവൻകുട്ടിയോ CPM LDF അല്ലെങ്കിൽ BJP ND രണ്ടിലൊന്നാണ് ജയിച്ചു കയറാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഞങ്ങൾ കാരണം ഒരു സീറ്റ് കിട്ടാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന നേമത്തെ സീറ്റ് ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. അവിടെയും വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ BJP ജയിച്ചു കയറാൻ വേണ്ടിയുള്ള പണിയാണ് എടുത്തത്. ഇത്രയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 100ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് UDFന് സീറ്റ് ലഭിക്കുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ച ആളുകൾക്ക് എന്തുകൊണ്ട് 3 മണ്ഡലത്തിൽ BJP ജയിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അത്തരം മണ്ഡലങ്ങളിൽ BJP ഫാസിസ്റ്റ് വിരുദ്ധതയാണല്ലോ ഇവരുടെ പ്രധാന കാര്യം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്ന BJPയെങ്കിലും BJP മുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടി വി ഡി സതീശന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 100-ൽ പരം സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ 3 സീറ്റിൽ BJP ജയിച്ചു കയറാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ട് ഇവിടെ കാണിച്ചില്ല? അതേ അവസരത്തിൽ SDP ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ 5 വരെ സീറ്റുകളിൽ BJP ജയിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന്. ആ ഒരു രാഷ്ട്രീയ വിവരം പോലും ഇത്രയും കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർക്ക് കേരളത്തിൻ്റെ പൾസ് അറിയാൻ കഴിഞ്ഞില്ല എന്നാണോ പറയുന്നത്? അല്ല, കൃത്യമായി പൾസ് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നേമത്ത് LDFന് പിന്തുണ നൽകേണ്ടതിന് പകരം അവിടെയുള്ള മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ ആളുകളെ മുഴുവൻ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സാണ് ജയിച്ചു കയറാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അവിടെ BJP ജയിക്കാനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഈ 3 മണ്ഡലത്തിലും കോൺഗ്രസ്സിന് വോട്ട് വർധനവുണ്ടായിട്ടില്ല എന്നതും ഇവിടെ ഡീല് നടന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ വേണം കണക്കാക്കാൻ. അതേപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്നത് DMK ആണ്. DMK സഖ്യത്തിലായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള CPM അടക്കമുള്ള SDP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നത്. അവിടെ BJPക്കെതിരെ അല്ലെ അവിടെ AIDMK എന്ന് പറയുന്ന BJP ഹിന്ദുത്വ കാര്യങ്ങളിൽ താല്പര്യപ്പെട്ടുകൊണ്ട് അല്ലെ BJPയോട് മനോനില സ്വീകരിക്കുന്ന AIDMKക്കെതിരെ ഒന്നിച്ചു നിന്നപ്പോൾ കേരളത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് ഇവരുടെ കപട ഫാസിസ്റ്റ് വിരുദ്ധതയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ DMKക്ക് അധികാരം നഷ്ടപ്പെട്ടതിൽ DMK ഇത്രമേൽ പരാജയപ്പെടാൻ കാരണം കോൺഗ്രസ് പിറകിൽ നിന്ന് കുത്തിയതാണ് എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അതേപോലെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടതും ഇതേ രീതിയിൽ ഇലക്ഷനിൽ മത്സരിച്ചു. അതായത് ഒരു പ്രാതിനിധ്യവുമില്ലാത്ത പശ്ചിമ ബംഗാളിൽ 100-200 സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ആ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പലയിടത്തും തൃണമൂൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളുണ്ടായത്. കേരളത്തിൽ നമുക്ക് ഫാസിസ്റ്റ് വിരുദ്ധ ചേരി എന്ന് നമുക്ക് കൃത്യമായി വിളിക്കാൻ കഴിയുന്ന അത്തരത്തിൽ വിലയിരുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലയിരുത്തിയ പ്രധാനപ്പെട്ട 2 സംസ്ഥാനമാണ് തമിഴ്നാടും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളും. ഈ 2 സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിൽ BJP ജയിച്ചു കയറാൻ അവിടെ കോൺഗ്രസ് സഹായമായി. കോൺഗ്രസിൻ്റെ പല വോട്ട് വ്യത്യാസത്തിലുമാണ് തൃണമൂൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ സ്റ്റാലിൻ്റെ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും BJP പണിയെടുത്തു. അതേ അവസരത്തിൽ കോൺഗ്രസും അതിനോടൊപ്പം ചേർന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അത്തരത്തിൽ ഇന്ത്യ 3 സംസ്ഥാനത്തും BJP
ജയിച്ചു കയറാൻ കോൺഗ്രസ് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് ഒരു നിലപാടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ലാത്തതിൻ്റെ തിക്തഫലമാണ് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 102 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ച് കയറിയപ്പോൾ സത്യത്തിൽ വിജയിപ്പിച്ച ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, തെരുവിലിറങ്ങി പക്ഷം ചേർന്നുകൊണ്ട് സ്വന്തം യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു കെട്ടുറപ്പിൻ്റെ കയറുടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് പോലും ഇതൊരു BJP സഹായകമാവുന്ന ഒരു പ്രവൃത്തിയാണ് എന്നും ഇതിൻ്റെ പേരിൽ നാളെ 3 മണ്ഡലം എന്നത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് BJP ജയിച്ചു കയറാൻ സഹായകമാകൂ എന്നും തിരിച്ചറിയാൻ പോലും ഇവിടെയുള്ള UDFന് കഴിയുന്നില്ല. LDF ഇവിടെ അമ്പയെ പരാജയപ്പെട്ട് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ BJPക്ക് വളമാകാനുള്ള അതിനുള്ള രാഷ്ട്രീയ ഭൂമിയാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണം, ആർക്ക് യോഗ്യതയുണ്ട് എന്നും നിങ്ങൾക്കും ഇതിൻ്റെ വീഡിയോക്ക് കമൻ്റായി ഇടാവുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. ആര് മുഖ്യമന്ത്രിയായാലും, VD സതീശൻ മുഖ്യമന്ത്രിയായാലും, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാലും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും, ഇനി മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയായാൽ പോലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന വിജയത്തേക്കാൾ വലിയ വിജയമാണ് മുസ്ലിം ലീഗും കൈവരിച്ചിരിക്കുന്നത്. 19ഉം 20ഉം MLA-മാരൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് അതിനേക്കാൾ വലിയ രീതിയിൽ 23 MLA-മാർ വരെ എത്തിച്ചേർന്നെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കിട്ടിയ പരിഗണന പോലും ഇനിയും കിട്ടാൻ സാധ്യതയില്ല. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗിന് ഇനി വിദ്യാഭ്യാസം പോലും കിട്ടില്ല. നേരത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ പോലും മുസ്ലിം ലീഗിന് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലഭിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ 5ാം മന്ത്രി വിവാദത്തിലൊക്കെ മുസ്ലിം ലീഗ് എത്രത്തോളം വിയർത്തു എന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ സംഘപരിവാരത്തിൻ്റെ ഇഷ്ട പാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പല വകുപ്പുകളും മന്ത്രിസ്ഥാനവും എന്നിരിക്കെ സംഘപരിവാരത്തിൻ്റെ തൃപ്തി കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് മാത്രമേ ഒരുപക്ഷെയല്ല തീർച്ചയായും കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ എച്ചിൽ കഷ്ണം മുസ്ലിം ലീഗിന് നൽകും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ക്രൈസ്തവനോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമൂഹത്തിലെ മറ്റുള്ള ആളുകൾ, മറ്റ് ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മറ്റ് ധനകാര്യവും ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇവിടെ ആരും മതമോ ജാതിയോ വർണ്ണമോ പറയുന്നില്ല. പകരം മുസ്ലിം ലീഗ് ഒരു മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഒരു വേറെ 5ാം മന്ത്രി സ്ഥാനമോ എന്തെങ്കിലുമൊക്കെ വകുപ്പ് അവകാശപ്പെട്ടാൽ പോലും അതിൻ്റെ പേരിൽ വലിയ വിഭാഗീയതയാണ് സംഘപരിവാരം ഉയർത്തിവിടുന്നത്. അത്തരം വിഭാഗീയത തന്നെ മുഖവിലക്കെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുകൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കാൻ കഴിയും. കേവലം CH എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി 53 ദിവസം മുഖ്യമന്ത്രി ആയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം നാമധാരിക്ക് ഒരു ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ധനകാര്യമോ കൈകാര്യം ചെയ്യാനുള്ള ഒരു മതേതര കാഴ്ചപ്പാട് ഇപ്പോഴും കേരളത്തിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ശശികലയെ പോലെയുള്ള വലിയ വിശകലകന്മാർ ഇന്നലെയും പറഞ്ഞു വച്ചത് ഇവിടെ പാസ്പോർട്ടോ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റ് ഐഡൻറ്റി കാർഡോ അല്ല മാനദണ്ഡം. അത്തരത്തിലുള്ള പാസ്പോർട്ടും ഇന്ത്യൻ പൗരത്വമുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിലെ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആവാൻ കഴിയില്ല. അവിടെ മുസ്ലിം ഐഡൻറ്റിറ്റി തന്നെയാണ് എന്നാണ് സംഘപരിവാരം നേരത്തെ പറഞ്ഞു വെച്ചത്. അതിന് വിപരീതമായി കോൺഗ്രസിൽ നിന്നും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അത്തരം സംഘപരിവാരത്തിൻ്റെ വിഷലിപ്തമായ പ്രസ്താവനകൾക്ക് പോലും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടാവില്ല എന്നതുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്.